പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ ആരാധനയുടെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ ഇതാ ജീവിക്കുന്ന ദൈവ സാന്നിധ്യം ഈ അൾത്താരയിലുണ്ടല്ലോ. ഈശോ എന്നോടും നിന്നോടും ചോദിക്കുകയാണ്, നമ്മുടെ സ്വഭാവത്തിൽ ക്ഷമിക്കാനും പൊറുക്കാനും സ്നേഹിക്കാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? നീ സ്വയം ഒന്ന് ചിന്തിക്കുക. എത്രത്തോളം മറ്റുള്ളവരോട് ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും നിനക്ക് സാധിക്കുന്നുണ്ട്? എത്രത്തോളം നിൻ്റെ ജീവിതത്തിൽ ദൈവിക സ്വഭാവമായ സ്നേഹം നിറയുന്നുണ്ട്? നമ്മൾ ദൈവസന്നിധിയിലായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ ചില സംഭവങ്ങൾ, ഇന്നലകളിലെ ചില അനുഭവങ്ങൾ, മറ്റുള്ളവർ പറഞ്ഞ ചില വാക്കുകൾ, അപ്രതീക്ഷിതമായിട്ടുണ്ടായ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനെ വരും. ഒരുപക്ഷെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില ഓർമ്മകൾ നമ്മളെ വേട്ടയാടുന്നുണ്ടാവും. ചില വ്യക്തികളുടെ പേരുകളോ ചില വ്യക്തികളുടെ മുഖങ്ങളോ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയ വെറുപ്പും വിരോധവും ഉണ്ടാകാം. പ്രിയപ്പെട്ടവരെ, മനുഷ്യ സ്വഭാവം വെച്ചുകൊണ്ട് ക്ഷമിക്കാനും പൊറുക്കാനും നമുക്ക് പറ്റത്തില്ല. എന്നാൽ ദൈവിക സ്വഭാവം ലഭിച്ചാൽ നമുക്ക് ക്ഷമിക്കാനും പൊറുക്കാനും പറ്റും. ഈ സമയം ഈശോയോട് പറയേണ്ടത്, ഈശോയെ ക്ഷമിക്കാനും സ്നേഹിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണം. ഞങ്ങൾക്ക് ആ വലിയ കൃപ വേണം. അതിനുവേണ്ടി നമ്മൾ ചോദിച്ചു വാങ്ങാൻ പോവുകയാണ്. ഈശോയോട് പറയുകയാണ്, ഈശോയെ ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. പ്രിയപ്പെട്ടവരെ, രണ്ടു കരങ്ങളും യാചനാപൂർവം പരിശുദ്ധ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിക്കാം. യാചനാപൂർവ്വം നീട്ടിപ്പിടിക്കാം. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവരും രണ്ടു കരങ്ങളും നീട്ടിപ്പിടിക്കുക. ഈശോയെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ക്ഷമിക്കാനും പൊറുക്കാനും നിൻ്റെ കൃപ എനിക്ക് വേണം. ഈശോയോട് പറയുക. പ്രിയപ്പെട്ടവരെ, രണ്ട് കരങ്ങളും ഈശോയുടെ നേരെ നീട്ടിപ്പിടിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് ഓർക്കാം. അപ്പനും അമ്മയും. അവരോട് എന്തെങ്കിലും തരത്തിലുള്ള നീരസം, വിഷമം, ഭാരം നിനക്കുണ്ടോ? ഉണ്ടെങ്കിൽ ആ മേഖല ഇപ്പോൾ സമർപ്പിക്കുക. നിന്റെ വീട്, നിന്റെ വീട്ടിലെ കുടുംബാംഗങ്ങൾ, സഹോദരങ്ങളെ മനസ്സിൽ ഓർക്കുക. സഹോദരന്മാരും സഹോദരിമാരും, അവരോട് എന്തെങ്കിലും തരത്തിലുള്ള വെറുപ്പും നീരസവും നിനക്കുണ്ടോ? ഒരുപക്ഷെ നിനക്ക് വേണ്ടത്ര തരത്തിൽ അംഗീകാരം കിട്ടിയില്ല, സ്നേഹം കിട്ടിയില്ല, മറ്റുള്ളവർ നിന്നെ അവഗണിച്ചു എന്നൊക്കെ ചിന്തകളുണ്ടാവും. ചില സംഭവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ഈശോയെ, സ്നേഹിക്കാനും പൊറുക്കുവാനും ക്ഷമിക്കുവാനുമുള്ള ഒരു കൃപ എനിക്ക് വേണം. ഈശോയെ, ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിച്ചവർ നിങ്ങളുടെ ജീവിത പങ്കാളിയെ ഈ രണ്ട് കരങ്ങളിൽ നീട്ടിപ്പിടിച്ചു കൊടുത്തോ. ഈശോയെ, എൻ്റെ ജീവിത പങ്കാളി ഒരുപക്ഷെ എൻ്റെ സ്വഭാവത്തിന് നേർ വിപരീതമായ ജീവിത പങ്കാളി, അംഗീകരിക്കാനും സ്നേഹിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. യേശുവേ, എനിക്ക് എൻ്റെ ജീവിത പങ്കാളി അംഗീകരിക്കാനും സ്നേഹിക്കാനുള്ള കൃപ എനിക്ക് വേണം. എൻ്റെ മാനുഷിക ബുദ്ധിയും ശക്തിയും അനുസരിച്ച് എനിക്കതിന് പറ്റുന്നില്ല. കർത്താവേ, എനിക്കതിന് കൃപ വേണം. മക്കളെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കണം. മക്കളെ, ഒരുപക്ഷെ മക്കളെക്കുറിച്ച് ഓർക്കുമ്പോൾ വലിയ വിഷമം ഉണ്ടാവും. അവരുടെ പെരുമാറ്റ ശൈലികൾ കണ്ടിട്ട് സഹിക്കുന്നില്ലായിരിക്കും. ഈശോയെ, കൈകൾ നീട്ടിപ്പിടിച്ച് എൻ്റെ മക്കളെ ഞാൻ അൾത്താരയിൽ സമർപ്പിക്കുകയാണ്. ഇന്ന് എൻ്റെ മകനും മകളും കടന്നു പോകുന്ന അനുഭവം, ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ അവരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അവരുടെ ചില പെരുമാറ്റ ശൈലികളും അവരുടെ സംസാരവും കാണുമ്പോഴും കേൾക്കുമ്പോഴും വല്ലാത്ത അരിശം തോന്നുന്നു. എല്ലാം ചെയ്തു കൊടുത്തിട്ടും ഒരു സ്വസ്ഥതയില്ലല്ലോ. യേശുവേ, എൻ്റെ മക്കളെ സമർപ്പിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ മകൻ കല്യാണം കഴിച്ച് കടന്നു വന്ന മരുമകൾ, അത് നിങ്ങളുടെ മകളാ. നിങ്ങളുടെ മകള് കല്യാണം കഴിച്ച മകൻ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ ബന്ധങ്ങളെ സമർപ്പിക്കുക. കുടുംബത്തിൽ പാരമ്പര്യമായിട്ട് ചിലപ്പോൾ ചില വഴക്കുകളും അസ്വസ്ഥതകളും ഉണ്ടാവും.
കുടുംബത്തിൽ തലമുറകളായ ചില കുടുംബങ്ങളിൽ സ്വത്ത് തർക്കം ഉണ്ടാവും. മണ്ണിനെക്കുറിച്ചുള്ള ചർച്ചകളും അസ്വസ്ഥതകളും ഭാരങ്ങളും ഉണ്ടാവും. കേസുകളുണ്ടോ? ചിലപ്പോൾ കുടുംബ കോടതിയിലൊക്കെ ചില കേസുകൾ കിടപ്പുണ്ടാവും. കർത്താവേ, ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും എന്നെ പഠിപ്പിക്കണമേ. ഈശോയോട് ഈ സമയം നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ക്ഷമിക്കുവാനും സ്നേഹിക്കാനും എന്നെ പഠിപ്പിക്കണമേ നാഥ. മനോഹരമായൊരു ഗാനത്തിൻ്റെ വരികളാണ് നമ്മൾ 2 കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുന്നത്. ഈശോയെ, എന്നെ പഠിപ്പിക്കണം. ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ വല്ലാത്ത ഭാരം വരും. ക്ഷമിക്കാൻ പറ്റുന്നില്ല, പൊറുക്കാൻ പറ്റുന്നില്ല, അത്രമേൽ വലിയ ഭാരം. ഈശോയെ, ഇതാ സമർപ്പിക്കുന്നു. ഈശോയെ, എന്നെ പഠിപ്പിക്കണമേ. 2 കരങ്ങളും യാചനാപൂർവ്വം നീട്ടിപ്പിടിച്ച് ഗായക സംഘത്തോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. എല്ലാവരും ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. പഠിക്കേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. എല്ലാവരും ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. സ്നേഹിതരെന്നെ തിരസ്കരിക്കുമ്പോൾ, നൊമ്പരമെന്നുള്ളിലേറിടുമ്പോൾ, സ്നേഹിതരെന്നെ തിരസ്കരിക്കുമ്പോൾ, തിരസ്കരിക്കുമ്പോൾ, നൊമ്പരമെന്നുള്ളിലേറിടുമ്പോൾ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. നന്മകൾ ചെയ്തിട്ടും തിന്മ ലഭിക്കുമ്പോൾ, ന്യായമില്ലാതെ ഞാൻ സഹിച്ചിടുമ്പോൾ, നന്മകൾ ചെയ്തിട്ടും തിന്മ ലഭിക്കുമ്പോൾ, ന്യായമില്ലാതെ ഞാൻ സഹിച്ചിടുമ്പോൾ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. കോപമേറുമ്പോൾ, ഞാൻ പാപം ചെയ്യുമ്പോൾ, സോദര ഹൃദയത്തെ നോവിക്കുമ്പോൾ, കോപമേറുമ്പോൾ, ഞാൻ പാപം ചെയ്യുമ്പോൾ, സോദര ഹൃദയത്തെ നോവിക്കുമ്പോൾ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. പ്രിയ സഹോദരങ്ങളെ, കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ഇതൊരു ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയുടെ അഭിഷേകം ഒട്ടും നഷ്ടപ്പെടുത്തി കളയല്ലേ. കർത്താവ് നിന്നെ ഈ സമയത്ത് വലിയ ഒരു കൃപയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ്. കർത്താവെ, കുരിശിൽ കിടന്നുകൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ച ആ വലിയ സ്നേഹത്തിൻ്റെ വലിയ അനുഭവം ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ. കർത്താവെ, ക്ഷമിക്കാനും സ്നേഹിക്കാനും ഞങ്ങളെ പഠിപ്പിക്കണം. പ്രത്യേകിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ വേദനിപ്പിച്ച അനേക സംഭവങ്ങൾ ഓർമ്മയിൽ വരും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കണ്ണുനീര് കുടിപ്പിച്ച അനേകരെ നിങ്ങളുടെ ഓർമ്മയിൽ വരും. നിങ്ങളുടെ സൽപ്പേര് നശിപ്പിച്ച അനേകരുണ്ടാവും. മനസ്സാ വാച വിചാരിച്ചില്ല, പക്ഷേ നിങ്ങളെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞവർ,
സൽപ്രവർത്തികളാണ് നിങ്ങൾ ചെയ്തത്, പക്ഷേ അത് ദുഷ്പ്രവർത്തികളായിട്ട് മറ്റുള്ളവർ ചിത്രീകരിച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അവഗണിച്ചിട്ടുണ്ടാവും. ഈ സമയം ദൈവത്തിന് മുമ്പിൽ ക്ഷമിക്കാൻ വലിയൊരു തീരുമാനമെടുക്കുകയാണ്. ക്ഷമിക്കാൻ. കർത്താവേ, കുരിശിൽ കിടക്കുന്ന നിന്റെ നാമത്തിൽ ഞങ്ങൾ ക്ഷമിക്കുന്നു. നിങ്ങളോട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ മറ്റുള്ളവരോ ഏതൊക്കെ തരത്തിൽ പെരുമാറിയിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ വീട്ടിൽ നിങ്ങളെ പുറത്താക്കിയിട്ടുണ്ടാവും. നിങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന്, സ്നേഹമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഒരുപക്ഷെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവും, നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്, നിങ്ങളെ കൊണ്ട് എന്ത് ഗുണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ടാവും. ആർക്കും എന്നെ മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള വിഷമം ഉണ്ടാവും. ഈ സമയം ആ വ്യക്തിയുടെ മുമ്പിൽ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ കാണേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വിഷമിപ്പിച്ച ഓരോരുത്തരോടും ക്ഷമയോദിക്കുന്നു. ക്ഷമിക്കുന്നു കർത്താവേ. കർത്താവേ, ഇതൊരു തീരുമാനമാണ്. ചിലരുടെ മുഖങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെളിഞ്ഞു വരും. ചിലരുടെ പേരുകൾ മനസ്സിൽ തെളിഞ്ഞു വരും. അവരെയൊക്കെ മനസ്സിൽ കാണണം. കർത്താവേ, ഇതാ ഈ സമയത്ത് ക്ഷമിക്കുന്നു. ഇത് വലിയൊരു തീരുമാനമാണ്. ഈശോ നിന്നെ പഠിപ്പിക്കുന്ന തീരുമാനമാണ്. നിന്റെ ജീവിതത്തിൽ നീ എന്താണെന്നുള്ളതല്ല, നീ എങ്ങനെ ആയിത്തീരണമെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. കുരിശിലെ ഈശോ നിന്നോട് പറയുന്നു, നീ ക്ഷമിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, സഹോദരി, നീ ഇപ്പോൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിൻ്റെ സ്നേഹം വ്യക്തിയിലേക്ക് ഒഴുകുന്ന സമയമാണ്. ആ വ്യക്തിയുടെ ശിരസിൽ കരങ്ങൾ വെച്ചുകൊണ്ട് ക്ഷമിച്ച് പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, ഈ സമയത്ത് വലിയ അനുഗ്രഹം, വലിയ അഭിഷേകം കർത്താവേ ഇതാ വ്യക്തികളിലേക്ക് വെളിപ്പെടട്ടെ. കർത്താവേ, ക്ഷമിക്കുന്നു, ക്ഷമിക്കുന്നു. ഞാനിന്ന് അനുഭവിക്കുന്ന ഓരോ അനുഭവങ്ങളും മനസ്സാ വാചാ ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ എന്നെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത്, ഇല്ലാ കഥകൾ, എൻ്റെ സൽപ്പേര് നശിപ്പിച്ചത്, എൻ്റെ അഭിമാനത്തെ നശിപ്പിച്ചത്, എൻ്റെ വളർച്ചയെ മറ്റുള്ളവർ മുരടിപ്പിച്ചത്, എല്ലാ അനുഭവങ്ങളെ ഓർത്ത് കർത്താവേ ഈ സമയം നിന്റെ നാമത്തില് രക്തത്താല് തിരുകുശിനാല് ക്ഷമിക്കുന്നു. കർത്താവേ, ഇതാ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ കുടുംബത്തെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞത്, എന്റെ കുടുംബാംഗങ്ങളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞത്, ഇടവകയില് മറ്റുള്ളവരെ നിങ്ങളെ കുറിച്ച് പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സൽപ്രവർത്തികൾ ചെയ്തു, മറ്റുള്ളവർക്ക് മനസ്സിലായില്ല. കർത്താവേ, ഇതെല്ലാം ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ക്ഷമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ ഈ സമയത്ത് വെളിപ്പെടട്ടെ. ആരാധന 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 ആരാധന. ഓ കർത്താവെ, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ അഭിഷേകം, വലിയ ശക്തി ദൈവജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. കൃപയ്ക്ക് മേൽ കൃപ വെളിപ്പെടട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക, മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. കർത്താവെ, എൻ്റെ വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞാൻ എന്തോരം മറ്റുള്ളവരെ വിഷമിപ്പിച്ചിട്ടുണ്ട്. കർത്താവെ, മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ മൂലം നിങ്ങളുടെ വീട്ടിലെ സ്വസ്ഥത നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ മൂലം മറ്റുള്ളവരുടെ ജീവിതത്തിൽ കണ്ണുനീര് വന്നിട്ടുണ്ടോ? നീ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്ന് നിനക്ക് ചിന്തയുണ്ടോ? മറ്റുള്ളവരുടെ വ്യക്തിത്വങ്ങളെ മാനിക്കാതെ നിന്റെ സ്വാർത്ഥത കൊണ്ട് മറ്റുള്ളവരെ നശിപ്പിച്ചിട്ടുണ്ടോ? നിന്റെ പാപപ്രവർത്തികൾക്ക് വേണ്ടി മറ്റുള്ളവരെ നീ ഉപയോഗിച്ചിട്ടുണ്ടോ? ചില ദുശീലങ്ങളിലേക്ക് മറ്റുള്ളവരെ നീ നയിച്ചിട്ടുണ്ടോ? നീ മൂലം മറ്റുള്ളവരെ നശിപ്പിച്ചിട്ടുണ്ടോ? നിന്റെ വളർച്ചയും ഉയർച്ചയും മാത്രം നീ ചിന്തിച്ചുള്ളോ? ഓ കർത്താവേ, ഓ കർത്താവേ, ഈ സമയത്ത് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ സ്നേഹം ഞങ്ങളുടെ മേൽ ഒഴുകട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങൾ മൂലം ചെയ്ത പാപങ്ങൾ ഞങ്ങളെ പീഡിപ്പിക്കല്ലേ. ഓ കർത്താവേ, മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശിരസിൽ കരങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ഓ കർത്താവേ, ഓ കർത്താവേ, ക്ഷമിക്കാനും ക്ഷമ കൊടുക്കാനും ക്ഷമ ചോദിക്കാനുള്ള കൃപ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് കൂട്ടായ്മയിൽ വെളിപ്പെടട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ അത്ഭുത ശക്തി ഈ കൂട്ടായ്മയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്
നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ ശക്തി, ശാരീരിക രോഗങ്ങൾ, മാനസിക ഭാരങ്ങൾ, കുടുംബങ്ങളിലെ തഴക്ക ദോഷങ്ങൾ, അസ്വസ്ഥതകൾ, മദ്യപാനത്തിന്റെ പീഡകൾ, എല്ലാ മേഖലകളിലും ഒരു പുതിയ ശക്തി, ഒരു പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ. ഓ കർത്താവേ, ഇപ്പോൾ തന്നെ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദൈവജനത്തിലേക്ക് കൃപയൊഴുകട്ടെ. ആരാധന 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 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഹല്ലേലൂയാ ഹല്ലേലൂയാ. നെറ്റിയിൽ കുരിശടയാളം വരച്ച് സ്വയം അനുഗ്രഹിക്കുക, വിശ്വസിക്കുക. കർത്താവ് നമ്മളെ തൊട്ടുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ ഹല്ലേലൂയാ. അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യ അഭിഷേകം